ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ അതിനിർണായകമായ തെരഞ്ഞെടുപ്പിന് മഹാരാഷ്ട്രയിൽ അവസാനമായി കഴിഞ്ഞിരിക്കുകയാണ്. 2 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം 3-ാം ദിനം പ്രഭാതം പൊട്ടിവിടരുന്നത് തന്നെ മഹാരാഷ്ട്രയിലെ ജനവിധിയുമായിട്ടാണ്. രാജ്യം അടുത്ത കാലത്ത് കാത്തിരിക്കുന്ന ഏറ്റവും സുപ്രധാന ജനവിധിയാണ് വോട്ടിംഗ് മെഷീനിൽ ചേർത്തിരിക്കുന്നത്. 288 അംഗ നിയമസഭയിലേക്ക് തെരഞ്ഞെടുപ്പ് BJP നേതൃത്വത്തിലുള്ള മഹായുതി സഖ്യവും കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള മഹാവികാസ് അഘാഡിയും തമ്മിലുള്ള കടുത്ത പോരാട്ടത്തിനാണ് സാക്ഷ്യം വഹിച്ചത്. മാറി മാറി വരുന്ന സഖ്യങ്ങളും പ്രത്യയശാസ്ത്രപരമായ ഏറ്റുമുട്ടലുകളും ജാതിപരമായ കണക്കുകൂട്ടലുകളും വികാരഭരിതമായ പ്രതികരണങ്ങളും എല്ലാം നിറഞ്ഞതായിരുന്നു തെരഞ്ഞെടുപ്പ് പ്രചരണം. എന്തായാലും തെരഞ്ഞെടുപ്പ് സംസ്ഥാനത്തെ രാഷ്ട്രീയ സംഘം ചേരലുകളുടെ പുതിയൊരു അധ്യായമാണ് തുറന്നിട്ടിരിക്കുന്നത്. 2019 മഹാരാഷ്ട്രയുടെ രാഷ്ട്രീയ രംഗത്തുണ്ടായിരുന്നത് BJP ശിവസേന സഖ്യവും കോൺഗ്രസ് NCP സഖ്യവുമായിരുന്നു. എങ്കിൽ പിന്നീട് കണ്ടത് പ്രത്യയശാസ്ത്ര എതിരാളികൾ തമ്മിലുള്ള അവിശുദ്ധ കൂട്ടുകെട്ടുകളാണ്. ശിവസേന BJPയുമായി പിരിയുകയും കോൺഗ്രസ് NCP കൂട്ടുകെട്ടിൽ സർക്കാർ രൂപീകരിക്കുകയും ചെയ്തു. 2022 ശിവസേനയും രണ്ടായി പിരിഞ്ഞു. BJPയുടെയും അജിത് പവാറിന്റെയും NCPയുടെയും പിന്തുണയോടെ ഷിൻഡെയുടെ നേതൃത്വത്തിലുള്ള ശിവസേന സർക്കാർ രൂപീകരിക്കുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിച്ചു. പാർട്ടികളും കക്ഷികളും തമ്മിലുള്ള അസ്വാരസ്യങ്ങൾ നിറഞ്ഞു നിന്ന ബന്ധമാണ് പ്രവചനാതീതമായ തെരഞ്ഞെടുപ്പിലേക്ക് മഹാരാഷ്ട്രയെ ഇപ്പോൾ എത്തിച്ചിരിക്കുന്നത്. ആദ്യഘട്ടങ്ങളിൽ സർക്കാർ നടത്തിയിരുന്ന വികസനത്തെ ചുറ്റിപ്പറ്റിയായിരുന്നു ഭരണകക്ഷിയുടെ പ്രചരണം. BJPയും മഹാവികാസ് അഘാഡിയും തങ്ങളുടെ നേട്ടങ്ങൾ ഉയർത്തിക്കാട്ടുവാനായിരുന്നു ശ്രമിച്ചത്. മഹാരാഷ്ട്രയുടെ വികസന അജണ്ടയുടെ ചാമ്പ്യന്മാരായി സ്വയം അവരോധിക്കാനാണ് മഹായുതി സഖ്യം ശ്രമിച്ചത്. ഇരട്ട എഞ്ചിൻ സർക്കാർ എന്ന വിശേഷണമാണ് സ്വയം സ്വീകരിച്ചത്. സംസ്ഥാന സർക്കാരും കേന്ദ്ര ഗവൺമെന്റും തമ്മിലുള്ള അഭേദ്യമായ ബന്ധം ജനങ്ങളെ ബോധ്യപ്പെടുത്താമെന്നും അവർ വിചാരിക്കുന്നുണ്ട്. എന്നാൽ വികസന പ്രചരണങ്ങളിൽ നിന്നും BJP സഖ്യം പെട്ടെന്ന് തന്നെ റൂട്ട് മാറ്റുന്നതാണ് തെരഞ്ഞെടുപ്പിന്റെ ഈ അവസാന 2 ലാപ്പുകളിൽ കണ്ടത്. സ്ഥിരം ഏർപ്പാടായ വിഭാഗീയതയുടെ രാഷ്ട്രീയം BJP അവതരിപ്പിക്കാൻ തുടങ്ങി. വോട്ട് ജിഹാദ്, ഏക് ഹേ തോ സേവ് ഹേ, ധർമ്മയുദ്ധ തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ BJPയുടെ പ്രചരണങ്ങളിൽ ആധിപത്യം സ്ഥാപിക്കാൻ തുടങ്ങി. ഈ ധ്രുവീകരണ മുദ്രാവാക്യങ്ങൾ തൊഴിലില്ലായ്മ, കാർഷിക ദുരിതം, പണപ്പെരുപ്പം, വർദ്ധിച്ചു വരുന്ന ജീവിത ചെലവ് തുടങ്ങി സംസ്ഥാനത്തെ ഗ്രാമീണ വോട്ടർമാരെ സാരമായി ബാധിക്കുന്ന കാതലായ വിഷയങ്ങളിൽ നിന്നും ശ്രദ്ധ മാറ്റുവാനുള്ള വഴിയായിരുന്നു. മറുവശത്ത് BJPയുടെ നേതൃത്വത്തിലുള്ള സർക്കാരിനെതിരായ വിമർശനങ്ങളാണ് പ്രതിപക്ഷമായ മഹാവികാസ് അഘാഡി സഖ്യം ഉയർത്തിയത്. BJPയും സഖ്യകക്ഷികളും വിഭജന രാഷ്ട്രീയം കളിക്കുകയാണെന്നും അവർ ജനാധിപത്യ മൂല്യങ്ങളെ തുരങ്കം വെക്കുകയാണെന്നും പ്രതിപക്ഷം തെളിവുകൾ സഹിതം പുറത്തുവിട്ടിട്ടുണ്ട്. ഈ ആരോപണങ്ങൾക്ക് പൊതുമധ്യത്തിൽ നിന്നും വലിയ സ്വീകാര്യതയാണ് ലഭിച്ചത്. അത് വോട്ടായി മിഷനിൽ പതിഞ്ഞിട്ടുണ്ടെന്നും കോൺഗ്രസ് ഉറച്ച് വിശ്വസിക്കുകയാണ്. അതേസമയം വോട്ടിംഗ് മിഷനിൽ വിശ്വാസക്കുറവില്ലെന്നും പ്രതിപക്ഷ മഹാസഖ്യത്തിന്റെ പുറത്തു നിന്നുള്ള കൃത്യമായ നിരീക്ഷണം നടക്കുന്നുണ്ടെന്ന് മഹാവികാസ് അഘാഡി സഖ്യം അറിയിച്ചിട്ടുമുണ്ട്. മിഷനുകൾ സൂക്ഷിച്ചിരിക്കുന്ന മുറിക്ക് പുറത്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നേതൃത്വത്തിൽ ശക്തമായ സുരക്ഷാ സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും അതിനും പുറത്ത് കാവൽ ഏർപ്പെടുത്തുമെന്നും മഹാവികാസ് അഘാഡി നേതാക്കൾ അറിയിക്കുന്നുമുണ്ട്.